ക്ലിപ്പ് ഒന്ന് നോക്കണം. ഹലോ, ഹായ് ഡിയേഴ്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. നമ്മൾ ഇന്ന് പല്ല് മുറുക്കാൻ പോവാണ്. ക്ലിപ്പ് ഒന്ന് മുറുക്കണം. അപ്പോൾ മണ്ടാരം ഡെന്റൽ കോളേജിലാണ് പോകുന്നത്. അപ്പോൾ ഫസ്റ്റ് ഓഫ് ഓൾ, നിങ്ങൾ കുറേ പേര് എൻ്റെ വീഡിയോസ് കാണുമ്പോൾ സബ്സ്ക്രൈബ് ചെയ്യാറില്ല. സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ട്. അപ്പം എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ ശ്രമിക്കണം. മാസം അവസാനം ചെല്ലണം എന്ന് പറയുന്നതാണ്, പക്ഷെ എനിക്കപ്പോൾ ചെല്ലാൻ പറ്റിയില്ല. അതായത് ഷിഫ്റ്റ് ചെയ്യാണെന്ന് പറഞ്ഞു. മണ്ടാരത്ത് നിന്ന് നമ്മൾ ഇത്രയും നാൾ പോയിക്കൊണ്ടിരുന്ന ആ ഒരു ലൊക്കേഷനിൽ നിന്ന് അവരത് ഷിഫ്റ്റ് ചെയ്ത് വേറെ എവിടെയോ ആക്കുവാണെന്ന് പറഞ്ഞു. അപ്പോൾ എനിക്ക് കറക്റ്റ് ലൊക്കേഷൻ അറിയില്ലായിരുന്നു. പിന്നെ കരുതി ഇപ്പോഴും അറിയത്തില്ല, എന്നാലും പോകാതിരിക്കാൻ പറ്റില്ലല്ലോ. ബൈ ദ വേ, നമ്മളിപ്പം അങ്ങോട്ട് പോകാൻ തയ്യാറായിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നമുക്ക് പോകുന്ന വഴി എല്ലാ കാര്യങ്ങളും പറയാം. അപ്പോൾ നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ പോകായിരുന്നു കേട്ടോ. ഇടിയപ്പവും കടലക്കറിയായിരുന്നു ഞാൻ തന്നെ ഉണ്ടാക്കിയതാണ്. ഞാൻ രാവിലെ ബ്രേക്ക്ഫാസ്റ്റൊക്കെ ഞാൻ തന്നെ പ്രിപ്പയർ ചെയ്യുന്നത്. അത് കഴിഞ്ഞിട്ട് നമ്മൾ ഇറങ്ങിയപ്പോൾ മഴയില്ലായിരുന്നു. കുറച്ച് ഇങ്ങോട്ട് വന്നപ്പോഴത്തേക്കും ജങ്കാറിൽ കയറുന്നതിന് തൊട്ട് മുമ്പായിട്ട് ഭയങ്കര മഴയായിരുന്നു. കുറച്ച് ലേശം ഒന്നും നനഞ്ഞു കേട്ടോ, എന്നാലും കുഴപ്പമില്ല. ശരിക്കും പറഞ്ഞാൽ എനിക്ക് മടി പിടിച്ചു കേട്ടോ. സത്യം പറഞ്ഞ് നനയുകയും ചെയ്തു, പോകാനും കഴിയത്തില്ല, ഇറങ്ങുകയും ചെയ്തു, അങ്ങനെ ഒരു അവസ്ഥയായിരുന്നു. എന്നാലും ഞാൻ പോകും. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ 2 മാസത്തോളം പോയില്ല. അതായത് എൻ്റെതായ കാരണങ്ങൾ കൊണ്ടാണ് പോകാതിരുന്നത്. അപ്പോൾ ഇനിയും പോകാതിരുന്നു കഴിഞ്ഞാൽ എൻ്റെ ഡോക്ടർ ഉറപ്പായിട്ടും എന്നെ നല്ല രീതിയിൽ വഴക്ക് പറയുമെന്ന് എനിക്കറിയായിരുന്നു. അപ്പോൾ വേറെ ഒരു മാർഗ്ഗം ഇല്ലാത്തതുകൊണ്ടാണ് പോകുന്നത്. അപ്പോൾ പഴയ ഡെന്റൽ കോളേജ് മാറ്റി കേട്ടോ. നമ്മൾ പുതിയ സ്ഥലം കുറച്ച് പേരോടൊക്കെ ചോദിച്ചിട്ടൊക്കെയാണ് വന്നത്. സത്യം പറഞ്ഞാൽ നല്ല ബിൽഡിംഗ് ആണ്. ഇപ്പോൾ പഴയതുപോലെ ഒന്നും അല്ല കേട്ടോ. പണ്ട് കുറച്ച് സൗകര്യങ്ങളൊക്കെ കുറവായിരുന്നല്ലോ ആ ബിൽഡിങ്ങിന്. അവർ മാറ്റാൻ പോകാന്ന് ഇങ്ങനെ പറഞ്ഞായിരുന്നു, പക്ഷെ ഇത്ര പെട്ടെന്ന് മാറ്റുമെന്ന് വിചാരിച്ചില്ല. അങ്ങനെ നമ്മൾ പിന്നെ അവിടെ നിന്ന് ഇറങ്ങി കേട്ടോ. ഇനിയിപ്പോൾ വീട്ടിലോട്ട് പോകണം. അപ്പോൾ ഉണ്ണി എന്നോട് ബിൽഡിംഗ് ഇത്രയൊക്കെ സെറ്റപ്പ് ആക്കിയല്ലോ, അങ്ങനെയൊക്കെ കുറേ കാര്യങ്ങളൊക്കെ പറഞ്ഞുകൊണ്ട് പോകുമായിരുന്നു. പിന്നെ നമ്മൾ നേരെ വീട്ടിൽ ചെല്ലാനുള്ള തയ്യാറെടുപ്പിലാണ്. അപ്പോൾ കുറച്ച് നാളായി വീട്ടിലൊക്കെ പോകണമെന്ന് വിചാരിക്കുന്നത്, പക്ഷേ കുറച്ചധികം നാളായിട്ട് വീട്ടിലോട്ട് അങ്ങനെ പോക്കില്ല. ഫൈനലി ഡിസൈഡ് ചെയ്തു ഇന്ന് എന്തായാലും വീട്ടിൽ പോയിട്ട് കാര്യമുള്ളൂ. അപ്പോൾ ഇവിടെ അടുത്തെന്ന് വെച്ച് കഴിഞ്ഞാൽ ആലപ്പുഴ വഴിക്ക് ഉണ്ണി ലോട്ടറി ടൗണിൻ്റെ അടുത്തായിട്ട് വെച്ചാൽ ഇനി ഭാഗ്യം വെച്ചാൽ അടിച്ചാലോ, എപ്പോഴും സമയം തെളിയുമെന്ന് പറയാൻ പറ്റില്ലല്ലോ. അങ്ങനെ ഞങ്ങൾ പിന്നെ വീട്ടിലോട്ട് പോവാണ്. അപ്പോൾ വീടിൻ്റെ അടുത്ത് തന്നെ നമുക്കൊരു ബേക്കറി ഉണ്ട് കേട്ടോ. ഇതാണ് ജോ ബേക്കറി. ഭയങ്കര ഫേമസ് ബേക്കറി ആണ്. ഇവിടുത്തെ കട്ട്ലേറ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു രക്ഷയില്ല, സൂപ്പറാണ്. 4 മണി സമയത്തൊക്കെ വന്നു കഴിഞ്ഞാൽ ശരിക്കും പറഞ്ഞാൽ ഭയങ്കര തിരക്കാണ്. ഇവിടെ ഇരിക്കാൻ പോലും സ്ഥലം കാണത്തില്ല, അതുപോലെയാണ് കേട്ടോ. അത് നമ്മൾ നേരെ വീട്ടിലോട്ട് വന്നപ്പോൾ അനിയത്തി എനിക്ക് ചായയൊക്കെ തിളപ്പിച്ചു തരും കേട്ടോ. ഞങ്ങൾ രണ്ടുപേരും ഒരുമിച്ചുള്ള സമയം എന്നൊക്കെ പറഞ്ഞാൽ ഭയങ്കര സ്പെഷ്യൽ വണ്ണെന്ന് പറയാം. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഭയങ്കര സംസാരമായിട്ട് നിങ്ങൾക്ക് പുതിയ പുതിയ ടോപ്പിക്സ് അങ്ങനെ ഞങ്ങൾ സംസാരിച്ചുകൊണ്ടിരിക്കും. ആശയത്തിന് യാതൊരു ദാരിദ്ര്യവും കാണത്തില്ല. ആയതുകൊണ്ട് നമുക്ക് ഒത്തിരി നേരം അവിടെ ഇരിക്കാൻ പറ്റില്ല. അതുകൊണ്ട് നമ്മൾ പെട്ടെന്ന് വീട്ടിലോട്ട് വന്നു. അല്ലെങ്കിൽ ശരിക്കും പറഞ്ഞാൽ നമ്മൾ നനഞ്ഞു കഴിഞ്ഞപ്പോൾ പനിയായി, പ്രശ്നങ്ങളായി, എന്ത് കാര്യത്തിലും. അതുകൊണ്ട് പെട്ടെന്ന് വീട്ടിലോട്ട് പോകും. അവിടെ റൂഫിൽ നല്ല രീതിയിൽ മഴ സൗണ്ട് കേൾക്കാൻ പറ്റും. പിന്നെ ഇവിടെ സാധാരണ മഴ പെയ്യാൻ തുടങ്ങി കഴിഞ്ഞാൽ അങ്ങോട്ട് ഇവിടെ തുടർച്ചയായിട്ട് മഴ. വീട്ടിൽ നിന്ന് കുറച്ച് പേടയൊക്കെ തന്നായിരുന്നു കേട്ടോ. അപ്പോൾ ഞാനത് ഇവിടെ വന്നിട്ട് ശരിക്കും പറഞ്ഞ് കഴിച്ചു. കാരണം എനിക്ക് പേട ഭയങ്കര ഇഷ്ടമുള്ള സാധനം. മഴയും കൂടെ ആണെങ്കിൽ രക്ഷയില്ലെന്ന് വിടത്തില്ല. ഈ മഴയുള്ള ദിവസമൊക്കെ എനിക്ക് ഭയങ്കര മടിയായിരിക്കും കേട്ടോ. എന്തെങ്കിലും ഒരു സ്നാക്കൊക്കെ കഴിച്ചുകൊണ്ടിരിക്കാൻ തോന്നും. എവിടെയെങ്കിലുമൊക്കെ അങ്ങനെ ഇരിക്കുകയല്ലേ, കുറേ നേരം കിടന്ന് ഉറങ്ങണം. തണുപ്പ് പിടിച്ച് കഴിഞ്ഞാൽ എനിക്ക് ശരിക്കും പറഞ്ഞ് പൊതിച്ച് മൂടിക്കിടന്ന് ഉറങ്ങാൻ തോന്നും. അപ്പോൾ എന്തായാലും അത് പറ്റത്തില്ല. പിന്നെ ഞങ്ങൾ രണ്ടുപേരും കൂടി പുറത്തിറങ്ങാമെന്ന് വിചാരിച്ചു. എന്ന് വെച്ചാൽ നമുക്കൊരു സ്നാക്കോ എന്തെങ്കിലും കഴിക്കാമെന്നൊരു ഇതിലാണ് നമ്മൾ ഇറങ്ങിയത്. ബജ്ജി മേടിക്കാമെന്നൊരു ഉദ്ദേശത്തിലാണ് നമ്മൾ ഇറങ്ങിയത്. പക്ഷേ മഴ കാരണം അങ്ങനെ കടകളൊന്നുമേ ഇല്ലായിരുന്നു, എല്ലാം അടച്ചിട്ടിരിക്കുകയായിരുന്നു. പിന്നെ കുറച്ച് യാത്ര ചെയ്തിട്ടാണെങ്കിലും കിട്ടി. പിന്നെ നമ്മൾ അതുമായിട്ട് നേരെ വീട്ടിലോട്ട് വന്നു. സന്ധ്യയായത് 6:30 ആയിട്ടുണ്ട്. പിന്നെ എനിക്കൊരു കല്യാണമുണ്ട്. അപ്പോൾ കല്യാണത്തിന് പോകാൻ വേണ്ടിയിട്ടാണ് റെഡി ആയിട്ടിരിക്കുന്നത്. സത്യം പറഞ്ഞാൽ എനിക്ക് ഇന്നത്തെ കല്യാണത്തിന് പോകാൻ വേണ്ടി തീരെ താല്പര്യമില്ല. കാരണം നമ്മളിതൊരു ഭയങ്കര മഴയാണ്. പിന്നെ രണ്ടാമത്തെ കാര്യം വെച്ച് കഴിഞ്ഞാൽ എന്തോ ഒരു മടി. റിസോർട്ടിൽ വെച്ചായിരുന്നു കേട്ടോ ഫംഗ്ഷനൊക്കെ. കല്യാണ വീട്ടിൽ തന്നെ വണ്ടിയൊക്കെ അറേഞ്ച് ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ. പക്ഷെ ശരിക്കും പറഞ്ഞാൽ നല്ല ഇടിയായിരുന്നു, മഴ ആയതുകൊണ്ടാണെന്ന് തോന്നുന്നു. പിന്നെ നമ്മൾ അവിടെ കുറച്ച് നേരമൊക്കെ സ്പെൻഡ് ചെയ്തു. പ്രോഗ്രാംസ് ഒക്കെ ഉണ്ടായിരുന്നു, അതൊക്കെ കണ്ടിട്ട് അത് കഴിഞ്ഞ് നമ്മൾ ഫുഡ് കഴിക്കാൻ പോയി കേട്ടോ. അപ്പം നിങ്ങൾ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്നതിനിടയിൽ തന്നെ ജസ്റ്റ് ഒന്ന് ലൈക്കൊക്കെ ചെയ്യണം കേട്ടോ. അപ്പോൾ അതൊക്കെ കഴിഞ്ഞിട്ട് നമ്മൾ നേരെ വീട്ടിലോട്ട് പോരുവാണ് കേട്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. അപ്പോൾ പുതിയതായിട്ട് കാണുന്ന എൻ്റെ ഫ്രണ്ട്സൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്.